യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ചാണ് നമ്മൾ ഈ വചനത്തിൽ കേൾക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. സെബസ്ത്യാനോസിനെ പോലെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും വിശ്വാസത്തിന് വേണ്ടി യേശുവിന് വേണ്ടി നിലകൊള്ളാനായിട്ട്, നിലപാടുള്ള വ്യക്തികളായിട്ട് ഈ ലോകത്ത് ജീവിക്കാനായിട്ട്, ക്രിസ്തുവിനെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറഞ്ഞ പൗലോസ്ലീഹായ പോലെ സ്വർഗ്ഗരാജ്യത്തിന് വേണ്ടി ജീവിക്കുവാനും ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയാലും അതിലെല്ലാം ക്രിസ്തുവിനെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ട്, അതിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിൻ്റെ പടയാളിയായിട്ട് റോമൻ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലകൊള്ളുകയും ക്രിസ്തുവുള്ള വിശ്വാസത്തെ പ്രതി അത് രാജാവിൻ്റെ മുന്നിൽ ഏറ്റുപറയുവാനും ഉള്ള ധീരമായ രക്തസാക്ഷ്യം വരിച്ച സെബസ്ത്യാനോസിനെ പോലെ ഞങ്ങൾ അനുദിന ജീവിതത്തിലെ ഓരോ നിമിഷവും യേശുവിന് വേണ്ടി നിലകൊള്ളാനായിട്ട് ഈ ലോകത്തിലെ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും എല്ലാം പ്രാധാന്യം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ലോകത്തിലെ യേശുവിൻ്റെ സ്വർഗ്ഗരാജ്യത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ട്, യേശുവിന് വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിക്കാൻ, യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് യേശുവിൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അത് ആ വിശ്വാസം ഏറ്റുപറയാനായിട്ട് മരണത്തിൻ്റെ മുന്നിൽ പോലും യേശുവിന് വേണ്ടി ആ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ സെബസ്ത്യാനോസ് നമ്മുടെ ഓരോരുത്തരുടെ മുന്നിലും ആ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് വിശുദ്ധ ജീവിതത്തിലുള്ള ആ ഒത്തിരി നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മുടെ അനുദിന ജീവിതത്തിൽ ആവശ്യമായ അനുഗ്രഹങ്ങൾ വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴി നേടിയെടുക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ ഓരോ നിമിഷവും യേശുവിന് വേണ്ടി നിലകൊള്ളാനായിട്ട് നമ്മുടെ യേശുവിനാണോ നമ്മുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. യേശുവിൻ്റെ വചനം അനുസരിക്കാനും യേശുവിനുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവരെല്ലാവരെയും സ്നേഹിക്കുവാനും ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താൻ കഴിയുമെന്നുള്ള പൗലോസ്ലീഹായുടെ വാക്യം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിറവേറാനായിട്ട് യേശുവിനെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതി സകലതും ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുന്നു. യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലയുള്ളതാകയാൽ എല്ലാം ഞാൻ ഉച്ചിഷ്ടമായി കരുതുന്നു എന്ന പൗലോസ്ലീഹായുടെ വാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലെ സമ്പത്തിനാണോ, സ്ഥാനമാനങ്ങൾക്കാണോ, മക്കൾക്കാണോ, എന്തിനാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതോ യേശുവിൻ്റെ നിലപാടിനും യേശുവിൻ്റെ വിശ്വാസത്തിനും യേശുവിനുമാണോ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. യേശുവിൻ്റെ വിശ്വാസത്തിൽ മരണം വരെ നിലനിൽക്കാനുള്ള വിശ്വസ്തനായിട്ട് നിലനിൽക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് വിശുദ്ധനോട് അപേക്ഷിക്കാം. ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഹിതത്തിന് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാനായിട്ട് ഈശോ ഈ ലോകത്ത് പരിശ്രമിച്ചതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പരിശുദ്ധ കന്യാമറിയത്തെ പോലെ നമ്മുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ ഈശോയുടെ തിരുമനസ്സിന് മുന്നിൽ നിറവേറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്
അതിലൊരു പതർച്ചയില്ലാതെ ഒന്ന് ഈശോയുടെ ഹിതത്തിന് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും രോഗങ്ങളിലെ, തകർച്ചകളിലെ, പ്രതിസന്ധികളിലെ മുന്നിൽ ഈശോയുടെ പരിഭവം വയ്ക്കാതെ ദൈവം അനുവദിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാന്നുള്ള ബോധ്യത്തിൽ, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ, അതെല്ലാം വിശ്വാസത്തിൽ നിന്ന് നമ്മളെ അകന്നു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മരണം വരെ വിശ്വാസത്തിൽ ഈശോയുടെ കൂടെ നിലനിന്നു പോകാനായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് സെബസ്ത്യാനോസിനോട് പ്രാർത്ഥിക്കാം. അങ്ങ് ദയാക്ലീശൻ ചക്രവർത്തിയുടെ പടത്തലവനായി നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ രാജാവായി ഹൃദയത്തിൽ പൂജിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ക്രിസ്ത്യാനികളെ സഹായിച്ച സെബസ്ത്യാനോസിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാനും ഈശോയുടെ ഹിതത്തിനും താല്പര്യത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഈശോയുടെ വിശ്വാസത്തിൽ, സ്നേഹത്തിൽ ഓരോ നിമിഷവും വളർന്നു വരുവാനും, അങ്ങനെ ഈ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതവും ഈ ശവക്കല്ലറ വരെ പോകുന്ന ഒരു ജീവിതമല്ലെന്നും അതിനപ്പുറത്ത് നിത്യമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഈശോ നമ്മൾ ഓരോരുത്തരെയും ഈ ലോകത്തിലേക്ക് നമ്മെ ഈ ലോകത്തിൽ നമ്മൾ ജനിച്ചു എന്നുള്ള ബോധ്യത്തിൽ നിത്യജീവിതത്തിന് വേണ്ടി ഈ ലോകത്തിലെ നശ്വരമായ സുഖങ്ങൾ, സന്തോഷത്തിന് വേണ്ടി ഈശോയെ തള്ളി പറയാതെ നിത്യജീവിതത്തിന് വേണ്ടിയും സ്വർഗരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ആ രാജ്യത്തിലെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുവാനും സ്നേഹസമ്പന്നനായ നമുക്ക് വേണ്ടിയും കുരിശിൽ തൂങ്ങി മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത എല്ലാ ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ മാതൃക പിൻചൊല്ലുവാനും, അങ്ങനെയുള്ള ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ രാജാവായിട്ട് ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കാനും, ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യത്തിലും യേശുവിനെ ഏറ്റുപറയുവാനും യേശുവിനെ പ്രഘോഷിക്കാനും നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാനും ജീവിതത്തിലെ വചനങ്ങളും എല്ലാം കൃത്യമായി നമ്മുടെ ജീവിത മാതൃക കൊണ്ട് മറ്റുള്ളവർക്ക് ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനഭാഗത്തേക്ക് കിടക്കാം. ഫ്രാൻസിലെ അൽബോന എന്ന പട്ടണത്തിൽ കത്തോലിക്ക മാതാപിതാക്കളുടെ മകനായി AD 255 സെബസ്ത്യാനോസ് ജനിച്ചത്. മിലൻ നഗരത്തിലാണ് പിന്നീട് വളർന്നത്. മാതാപിതാക്കളുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി സൈനിക സേവനത്തിനായി ഇരുപത്തെട്ടാം വയസ്സിൽ അദ്ദേഹം റോമിലെത്തി. അക്കാലത്ത് ക്രിസ്ത്യൻ ഭടന്മാരെ റോമൻ ദേവന്മാരെ ആരാധിക്കണമെന്ന് ഭരണാധിപനായ ഡയക്ലീസ് ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചു. എതിർത്തവരെ രാജാവ് വധിക്കുകയും ചെയ്തിരുന്നു. ഡയക്ലീസ് ചക്രവർത്തിയുമായിട്ടുള്ള യുദ്ധത്തിൽ കാരീസ് എന്ന രാജാവ് വധിക്കപ്പെടുകയും ഡയക്ലീഷ്യൻ ചക്രവർത്തി യുദ്ധനിബന്ധനായ സെബസ്ത്യാനോസിനെ നേതൃനായകനായിട്ട്
പടനായകനായിട്ട് നിയോഗിക്കുകയും ചെയ്തു. പെറ്റോറി എന്ന പ്രത്യേക പദവി നൽകി സെബസ്ത്യാനസിനെ ആദരിക്കുകയും ചെയ്തു. ഡയക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്തു മതത്തിന്റെ വിരോധിയായിരുന്നു. ആ രാജ്യത്തുണ്ടായിരുന്ന സാംക്രമിക രോഗങ്ങള്, വെള്ളപ്പൊക്കങ്ങള്, ഭൂകമ്പം, തുടങ്ങിയ എല്ലാ കാരണങ്ങളിലും ക്രിസ്ത്യാനികൾ ആണെന്ന് ഡയക്ലീഷ്യൻ ചക്രവർത്തി ആരോപിച്ചിരുന്നു. അതുകൊണ്ട് അവരെ കൂട്ടത്തോടെ വധിക്കാനായിട്ട് ഡയക്ലീഷ്യൻ ചക്രവർത്തി തീരുമാനിച്ചു. ഈ അവസ്ഥയിൽ നിന്ന് ക്രിസ്ത്യാനിക സഹോദരന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി ആരും അറിയാതെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി സെബസ്ത്യാനസ് പ്രവർത്തിച്ചു. AD 258 തൻ്റെ വിശ്വസ്ത സേനാധിപനായ സെബസ്ത്യാനസ് ക്രിസ്തു വിശ്വാസിയാണെന്നുള്ള സത്യം ഡയക്ലീഷ്യൻ ചക്രവർത്തി മനസ്സിലാക്കി. രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് സെബസ്ത്യാനസിനെ തടവിലാക്കി. സെബാസ്റ്റ്യനോട് താല്പര്യമുണ്ടായിരുന്ന ഡയക്ലീഷ്യൻ ചക്രവർത്തി റോമൻ ദേവന്മാരെ ആരാധിച്ചു കഴിഞ്ഞാല് വെറുതെ വിടാമെന്ന് പറയുകയും ചെയ്തു. പഴയ സ്ഥാനങ്ങളെല്ലാം തിരിച്ച് നൽകാമെന്നും ഡയക്ലീഷ്യൻ ചക്രവർത്തി അറിയിച്ചു. എന്നാൽ അന്യദേവന്മാരെ അത് പ്രാർത്ഥിക്കുന്നത് നിഷ്ഫലമാണെന്നും പ്രപഞ്ച സൃഷ്ടാവായ ജീവിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നും ഡയക്ലീഷ്യൻ ചക്രവർത്തിയോട് സെബസ്ത്യാനസ് ഉപദേശിച്ചു. പിന്നീട് റോമൻ ദേവന്മാരെ ആരാധിച്ചില്ലെങ്കിൽ തീയിൽ നടത്തുമെന്ന് ഭീഷണിയും പുറപ്പെടുവിക്കുകയും ചെയ്തു ഡയക്ലീഷ്യൻ ചക്രവർത്തി. എന്നാൽ തീ തനിക്ക് പന്നീർ പൂക്കളാൽ നിർമ്മിച്ച മെത്ത പോലെ ആയിരിക്കുമെന്ന് സെബസ്ത്യാനസ് ചക്രവർത്തിയെ വെല്ലുവിളിച്ചു. കോപത്താൽ ജ്വലിച്ച ഡയക്ലീഷ്യൻ സെബസ്ത്യാനസിനെ മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്തു കൊല്ലാൻ കൽപ്പിച്ചു. ഡയക്ലീഷ്യന്റെ സേവകർ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞ് അർദ്ധനഗ്നനാക്കി മരത്തിൽ കെട്ടി വെച്ച് അമ്പെയ്തു. രക്തം വാർന്ന് അദ്ദേഹം അബോധാവസ്ഥയിലായി. എന്നാൽ സേവകർ സെബാസ്റ്റ്യൻ മരിച്ചു എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ അവർ പിൻവാങ്ങി. എയറിൻ എന്ന ഭക്തയായ സ്ത്രീ തന്റെ ചില സുഹൃത്തുക്കളുടെ സഹായത്താൽ അദ്ദേഹത്തിന്റെ ശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. ജീവനുണ്ട് എന്ന് കണ്ടതിനാൽ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സെബാസ്റ്റ്യൻ ആരോഗ്യം വീണ്ടെടുത്തു. ധീരനായ സെബാസ്റ്റ്യൻ വീണ്ടും ചക്രവർത്തിയുടെ മുന്നിലേക്ക് എത്തുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ നിന്ന് ചക്രവർത്തിയെ അതിശക്തമായി ശാസിക്കുകയും ചെയ്തു. ആ സമയത്ത് ഡയക്ലീഷ്യൻ വളരെയധികം ഭയപ്പെടുകയും ഏറെ ദേഷ്യം ഉള്ളവനായി തീരുകയും ചെയ്തു. രാജസന്നിധിയിൽ വെച്ച് തന്നെ സെബാസ്റ്റ്യനെ ഗദ കൊണ്ടടിച്ച്
കൊല്ലാൻ ചക്രവർത്തി കൽപ്പിച്ചു. AD 287 ജനുവരി 20 ആ സംഭവം. അങ്ങനെ സെബാസ്റ്റ്യന്റെ ശരീരം ആരും അറിയാതെ ചക്രവർത്തിയുടെ ഭടന്മാർ ഓടയിൽ എറിഞ്ഞു. ഓടയിൽ എറിയപ്പെട്ട ദിവസം തന്നെ ലൂസിയാനിയ എന്ന സ്ത്രീക്ക് വെളിപ്പാട് ലഭിക്കുകയും അവർ ചെന്ന് നോക്കിയപ്പോൾ മൃതദേഹത്തിന് ചുറ്റും പരുന്ത് വട്ടമിട്ട് പറക്കുന്ന കാഴ്ച അവർ കാണുകയും ചെയ്തു. റോമിലെ ആൽബിയൻ എന്ന പാതയ്ക്ക് അടുത്തുള്ള ഭൂഗർഭ ഗ്രഹത്തിലെ ലൂസിയാന സെബാസ്റ്റ്യന്റെ മൃതദേഹ ശരീരം സംസ്കരിച്ചു. സെന്റ് സെബാസ്റ്റ്യന്റെ പേരിലുള്ള ആദ്യത്തെ പള്ളിയും ആ സ്ഥലത്ത് സ്ഥാപിതമായി. ലൂസിയാനയെ പിന്നീട് ചക്രവർത്തി വധിച്ചു. ഏകദേശം 80 വർഷങ്ങൾക്ക് ശേഷം AD 367 വിശുദ്ധന്റെ തിരുശരീരം റോമിലെ ഒരു ബസിലിക്കയിലേക്ക് മാറ്റപ്പെട്ടു. 1575 മിലനിലും ഇറ്റലിയിലും 1596 ലിസ്ബനിലും പകർച്ചവ്യാധികൾ പകർന്നു പിടിച്ചു. സെബസ്ത്യാനസിന്റെ രൂപവുമായി വിശ്വാസികൾ പ്രദർശനം നടത്തിയപ്പോൾ അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടായി. അതിന് പ്രത്യുപകാരമായിട്ട് ഒരു കപ്പലിലെ വിശുദ്ധന്റെ തിരുശരീരമായി ലോകം ചുറ്റാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ ലോകം വിശുദ്ധന്റെ സ്വരൂപം കൊണ്ട് ലോകം ചുറ്റിക്കൊണ്ടേയിരിക്കുന്ന നേരത്ത് അർത്തുങ്കൽ എന്ന് എത്തിയപ്പോൾ ഒരു കടൽക്ഷോഭം ഉണ്ടാവുകയും കപ്പിത്താന് അടുത്തു തന്നെ ഒരു ദേവാലയം ഉണ്ടെന്ന് കപ്പിത്താന് ദർശനം ലഭിച്ചു. അങ്ങനെ വിശുദ്ധന്റെ തിരുസ്വരൂപം അർത്തുങ്കൽ പള്ളിയിൽ സ്ഥാപിച്ചു. ആ സ്വരൂപം ഇന്നും അർത്തുങ്കൽ ബസിലിക്കയിലെ ഭക്തർക്ക് ദർശനം രൂപക്കൂട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വിശുദ്ധനെ അമ്പ് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അമ്പ് അങ്ങനെ ഒരു പ്രതീകാടയാളമായിട്ട് വിശ്വാസികൾക്കകത്ത് അത് സ്ഥാപിതമായി. അങ്ങനെ സെബാസ്റ്റ്യാനോസിന്റെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പകർച്ചവ്യാധികളിൽ നിന്ന്, തിന്മയുടെ പിടിയിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് ഉള്ള വിശ്വാസം അങ്ങനെ പരക്കെ പടർന്നു പിടിച്ചു. പണ്ട് കാലത്തെ വസൂരി വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ ജീവനോടെ തന്നെ കാടുകളിൽ ഒക്കെ അവരെ ഉപേക്ഷിക്കുക എന്ന രീതിയാണ് അന്ന് ഉണ്ടായിരുന്നത്. 1575 ഇറ്റലിയിലെ മിലാനിൽ പകർച്ചവ്യാധി പടർന്നുപിടിഞ്ഞ കാലത്ത് വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ രൂപം മിലാൻ നഗരത്തിലും പ്രദർശനം ആയി പോയപ്പോൾ അവിശുദ്ധ രൂപം കൊണ്ട് നടന്ന ആ സ്ഥലങ്ങളിലെല്ലാം രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചതായിട്ട് അവർ കണ്ടു. അങ്ങനെ ഒരു മഹാനാശത്തിൽ നിന്ന്
ജനം രക്ഷിക്കപ്പെട്ടു. അതിൻ്റെ സൂചകമായും വിശുദ്ധ രൂപം കപ്പലിലെ ലോകം മുഴുവനും തീർത്ഥാടനം നടത്താനായിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്തു. 1590 അവര് നേർച്ച ചെയ്ത കാര്യം പിന്നീട് അവര് മറന്നുപോയി. അങ്ങനെ 22 വർഷങ്ങൾക്ക് ശേഷം 1598 മിലാനിൽ അതിരൂക്ഷമായ പകർച്ചവ്യാധി വീണ്ടും പകർന്നു പിടിച്ചു. അന്നാണ് അവർക്ക് അവർ നേർച്ചയെക്കുറിച്ച് ബോധമുണ്ടാവുകയും എത്രയും പെട്ടെന്ന് വിശുദ്ധന്റെ രൂപവുമായി കപ്പല് തീർത്ഥാടനം നടത്താനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് ലോകം മുഴുവൻ ചുറ്റിരിഞ്ഞുകൊണ്ട് സെബസ്ത്യാനസിന്റെ രൂപം വഹിച്ചുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റി തീർത്ഥാടനം നടത്താനായിട്ട് അവർ തീരുമാനിച്ചു. ഏതൊരു കാറ്റിനെയും കോളിനെയും അതിജീവിക്കാനുള്ള പായ്ക്കപ്പല് ആയിരുന്നു. വിശ്വാസിയായ കപ്പിത്താന്റെ നേതൃത്വത്തിൽ അവർ യാത്ര ആരംഭിച്ചു. അങ്ങനെ പ്രസന്നമായ കാലാവസ്ഥയിൽ ലോകം ചുറ്റിയിരുന്ന ആ യാത്രയിൽ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ കപ്പലിനുള്ളിൽ വിശുദ്ധന്റെ രൂപം ഭദ്രമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരുന്നു. അങ്ങനെ പ്രകൃതിയിൽ മാറ്റം ഉണ്ടാകാനായി തുടങ്ങി. കടൽ ശോഭമായി തീർന്നു. അങ്ങനെ കപ്പല് ആടി ഉലഞ്ഞു. അങ്ങനെ നാവികര് ഉള്ളുരുകി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ദൈവം ചെയ്തൊരു പ്രതിഭാസമായിട്ട് അവർക്കത് തോന്നുകയും അങ്ങനെ കപ്പിത്താൻ തന്റെ കപ്പൽ യാത്ര തൽക്കാലം നിർത്തിവെക്കുകയും അങ്ങനെ നാവികരോട് കപ്പിത്താൻ ആജ്ഞാപിച്ചു. ആ സമയം തന്നെ ഒരു തൊട്ടടുത്തുള്ള പള്ളിയിലെ വികാരിക്ക് സ്വപ്നം ഉണ്ടാവുകയും കരയിൽ ഒരു പള്ളി ഉണ്ടെന്നുള്ള ഒരു ദർശനം ആ കപ്പിത്താന് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ കപ്പൽ കരയിലേക്ക് അടുപ്പിക്കുകയും കേരളത്തിലുള്ള ആർത്തുങ്കൽ ദേശമാണ് അതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടില് അക്കാലത്ത് കോളറ, വസൂരി തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നു. വിശുദ്ധന്റെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതമായ രോഗസൗഖ്യം അവർക്ക് ലഭിച്ചു. അങ്ങനെ ക്രിസ്തുവിനെ വിശ്വാസം കൊണ്ട് ഏറ്റുപറഞ്ഞ സെബസ്ത്യാനോസിന്റെ മാതൃക നമുക്ക് പിൻചെല്ലാം. പകർച്ചവ്യാധികളിലെയും പഞ്ഞമ്പഴ, വസന്ത തുടങ്ങിയ മോചനം പ്രാപിക്കാനായിട്ട് വിശുദ്ധൻ അറിയപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പാതയിൽ ചലിക്കുകയും അങ്ങനെ ക്രിസ്തുവിനെ ചലിപ്പിച്ചവനുമാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. രോഗദുരിതങ്ങളിൽ നിന്ന് നമ്മെ
രക്ഷിക്കുന്ന, വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്ന മധ്യസ്ഥനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 3-4 വാക്യങ്ങൾ കാണാൻ സാധിക്കും. ജ്ഞാനികളെ ആകാശവിധാനത്തിലെ പ്രഭു പോലെ തിളങ്ങുമെന്നും അനേകരെ നീതിയിലേക്ക് നയിക്കുവാനായിട്ടുള്ള നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കുമെന്നും നമുക്ക് ആ വചനത്തിൽ കാണാൻ സാധിക്കും. ഈശോയുടെ കൂടെ നിൽക്കുവാനും നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ ആയിത്തീരുമെന്ന് സെബസ്ത്യാനോസിന്റെ ജീവിത മാതൃക നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജ്ഞാനമുള്ള വ്യക്തികൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമെന്നും ഇന്ന് നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലെ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈശോയിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കാനും ഈശോയെ ആശ്രയിക്കാനും ഈശോയെ ആഴത്തിൽ സ്നേഹിക്കാനുമുള്ള കൃപ തരുന്നമേന്ന് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ മറ്റാരേക്കാളും അധികം ഈശോയെ സ്നേഹിക്കുവാനും ഉള്ള കൃപ വിശുദ്ധനോട് നമുക്ക് ഈ തിരുനാൾ ദിനത്തിൽ ചോദിച്ചു വാങ്ങാം. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തെ വിശ്വസിക്കാനും ഉള്ള കൃപ തരണമേ എന്ന് നമുക്ക് സഹനത്തിലും ഈശോയോടുള്ള വിശ്വാസം ചോർന്നു പോകാതിരിക്കാനായിട്ട് വിശുദ്ധന്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈശോയെ അങ്ങനെ അചഞ്ചലമായി പ്രണയിക്കാനായിട്ട് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളുടെ നടുവില്, രോഗങ്ങളുടെ നടുവില്, നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ ഓർത്തുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും ഈശോയിലുള്ള വിശ്വാസം ഒരിക്കലും കൈവിടാതെ ഈശോയിൽ ആഴപ്പെട്ട് സ്നേഹിക്കാനായിട്ട് കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസം നശിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നശിച്ചു പോകാതിരിക്കാനായിട്ട്, നമ്മെ ഏത് പ്രതിസന്ധി ഘട്ടവും ദൈവത്തിൽ നിന്ന് അകന്ന് പോകാതിരിക്കാനായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പത്തിരട്ടി സ്നേഹത്തോടെ തിരിച്ചു വരാനുള്ള ഒരു ആഹ്വാനമായിട്ട് സഹനങ്ങളെ, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് അങ്ങനെ കരുതാനായിട്ട് ഉള്ള വിശ്വാസം പകർന്നു തരുന്നമേന്നും പ്രാർത്ഥിക്കാം. യേശുവിന് വേണ്ടി സ്വന്തം ജീവിതം ബലിയായി നൽകിയ പുണ്യവാനാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാതൃക. ക്രൈസ്തവ ജീവിതത്തെ ധീരമായി ധൈര്യം എന്ന ഒറ്റ വാക്കിന് മറ്റൊരു മറുവാക്കാണ് വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റോമേറ്റ് 35 നമുക്ക് കാണാം, പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താനാകും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ ഒന്നും യേശുവിനുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ടെന്ന് പൗലോസ് പറയുന്നു. പൗലോസ് പോലെ ജീവിതം എനിക്ക് ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവുമാണ് എന്നാണ് പൗലോസ് പറഞ്ഞത്. അങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള ആത്മവിശ്വാസവും ജീവിതത്തിലെ ഓരോ നിമിഷവും കാത്തു സൂക്ഷിക്കാനായിട്ട് ക്രിസ്തുവിന് വേണ്ടി മരണം വരിച്ച സെബസ്ത്യാനോസിനെ മാതൃക നമുക്ക് ഓരോരുത്തർക്കും പിഞ്ചെല്ലാം. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലുള്ള സാഹചര്യത്തിലും യേശുവിന് നിലകൊള്ളാനായിട്ട് ക്രിസ്തുവിനെ തള്ളി പറയാതെ യേശുവിലുള്ള വിശ്വാസം നിന്ന് വ്യതിചലിച്ചു പോകാതെ
ജീവിക്കാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവില് ഉള്ള വിശ്വാസത്തില് തുടങ്ങിയ ജീവിതം ബലിയായി മറ്റുള്ളവർക്ക് വേണ്ടി, യേശുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി എല്ലാമായി തീർന്നവനാണ് സെബസ്ത്യാനോസ്. സെബസ്ത്യാനോസിന്റെ ശരീരം പോലും ആരും എടുത്തുകൊണ്ടു ആരും അറിയപ്പെടാതിരിക്കാൻ വേണ്ടി മാലിന്യങ്ങളുടെ ഉള്ളിൽ തള്ളി എറിയപ്പെടുകയും ചെയ്തു. എന്നാലും ലൂസിയാന എന്ന ഭക്തസ്ത്രീക്ക് ദർശനം നൽകിക്കൊണ്ട് ആ ശരീരം കണ്ടെത്തി സംസ്കരിച്ചു. റോമൻ സാമ്രാജ്യം ഈ സെബസ്ത്യാനോസിന്റെ ശരീരത്തെ പോലും അങ്ങനെ അവർ ഡയക്ലീഷ്യൻ ചക്രവർത്തി ഭയപ്പെടുകയാണ് ചെയ്തത്. ക്രിസ്തുവിനുള്ള വിശ്വാസത്തിനായ പോരാളിയായിരുന്നു സെബസ്ത്യാനോസ്. ഉറച്ച വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു. വിശുദ്ധ സെബസ്ത്യാനോസ് വഴി റോമൻ സാമ്രാജ്യത്തിലെ ഒത്തിരി വ്യക്തികള് യേശുവിലേക്ക് തിരിഞ്ഞതായിട്ട് വിശുദ്ധ ഡയക്ലീഷ്യൻ ചക്രവർത്തി കണ്ടു. ദൈവരാജ്യത്തിന് വേണ്ടിയും പോരാടിയ ഒരു ജീവിതമായിരുന്നു, ഒരു പോരാളിയായിരുന്നു സെബസ്ത്യാനോസ്. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിൽ ചേർന്ന് ദൈവത്തിന്റെ ചാരനായിട്ടാണ് പടത്തലവനായിട്ട് ആള് റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നത്. യേശുവിനെ സ്നേഹരാജാവായി ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും കുരിശിൽ നമുക്ക് വേണ്ടി പാപങ്ങൾക്കെല്ലാം വേണ്ടി പരിഹാരം ഏറ്റെടുത്ത് ഭരിക്കുകയും ചെയ്ത് ഇന്നും മനുഷ്യരത് കൂടെ ആയിരിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ഓരോരുത്തരുടെ ഉള്ളിൽ കടന്നു വന്ന് വസിക്കുന്ന രാജാവായ യേശുവിനെ വിശുദ്ധ സെബസ്ത്യാനോസ് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ കത്തി പടരുന്ന വിശ്വാസജ്വാല ഡയക്ലീഷ്യൻ ചക്രവർത്തിയെ ഒത്തിരി ഭയപ്പെടുത്തുകയും ഒത്തിരി പേര് സെബസ്ത്യാനോസിന്റെ ആ വിശ്വാസ ചൈതന്യത്തില് യേശുവിലേക്ക് കടന്നു വന്ന് മനസ്സാന്തരപ്പെട്ട വ്യക്തികള് റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി മരണവരെയും വിശ്വസ്ത പടയാളിയായിട്ട് നിലകൊണ്ട് സെബസ്ത്യാനോസ്. ഈശോ നമ്മൾ ഓരോരുത്തരും പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് നിലനിൽക്കുന്ന ഒരു രാജ്യം, ഒരു നിത്യജീവന് വേണ്ടിയിട്ടാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. നശ്വരമായ സമ്പത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, വേണ്ടി ഈശോയെ തള്ളി പറഞ്ഞ് ജീവിക്കുന്ന പല വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ യേശു നൽകുന്ന നിത്യജീവൻ എന്ന വേണ്ടി അന്വേഷിക്കുവാൻ വിശുദ്ധൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളിലെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഘട്ടങ്ങളിലെ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാം ഈശോയെ സ്നേഹിക്കാൻ, യേശുവിൻ്റെ വശത്ത് നിൽക്കാനായിട്ട്, ദൈവത്തിന് വേണ്ടി നിലപാട് എടുക്കാവുന്ന വ്യക്തികളായിട്ട് സെബസ്ത്യാനോസിനെ പോലെ ജീവിക്കാൻ നമുക്കും മാതൃക പിൻചെല്ലാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ മുറിവുകളും ദൈവത്തിൻ്റെ തിരുമുറിവുകളാക്കി തീർക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല. ദൈവത്തിൻ്റെ പരിപാലനം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് പരിശ്രമിക്കാം. ജീവിതത്തിലെ രോഗങ്ങൾ, തകർച്ചകൾ, പ്രതിസന്ധികൾ എന്തൊക്കെ ഉണ്ടാകുമ്പോഴും ദൈവത്തോട് പരിഭവിക്കാതെ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ അത് ഏറ്റെടുക്കാനായിട്ട് സ്വീകരിക്കാനുള്ള ഒരു കൃപ നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ജോബ് പറയുന്നുണ്ട്,
ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നമുക്ക് ദൈവത്തിൽ നിന്ന് തിന്മകൾ സ്വീകരിക്കാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ജോബ് നമ്മൾ ചോദിക്കുന്നുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ, കടബാധ, രോഗങ്ങൾ, തകർച്ചകൾ ഒക്കെ വരുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ എല്ലാം ദൈവം അറിഞ്ഞു തരുന്നതാണെന്നുള്ള ബോധ്യത്തില്, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല എന്ന ബോധ്യത്തില് ജീവിക്കാനുള്ള വിശ്വാസവും തീഷ്ണതയും വിശ്വസ്തതയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെയും പ്രാർത്ഥനയാക്കി മാറ്റാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എപ്പോഴും നിലപാടുള്ള വ്യക്തികളായിട്ട്, വിശ്വാസികളായിട്ട് നാം അറിയപ്പെടാനായിട്ട് വിശുദ്ധൻ നമ്മോട് ആവശ്യപ്പെടുന്നു. യേശുവിന് വേണ്ടി നിലപാടുള്ള വ്യക്തികളെയാണ് വിശുദ്ധൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി നിലകൊള്ളുന്ന, ജീവിതത്തിലെ നിലപാടെടുക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. മറ്റുള്ളതിന് മുമ്പിൽ യേശുവിനെ സാക്ഷികളായി തീരാനായിട്ട് ജീവിതത്തിലെ നിലപാടുകൾ നമുക്ക് തുറന്നു പറയാനും ആ നിലപാടിന് വേണ്ടി മരിക്കാനായിട്ട് നമുക്ക് സന്നദ്ധനാവുന്ന ഒരു വ്യക്തിത്വമുള്ള വ്യക്തികളായിട്ട് തീരാൻ സെബസ്ത്യാനോസ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ നിമിഷവും നാം ഓരോ പ്രവർത്തികൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് യേശുവിന് വേണ്ടിയാണോ, യേശുവിനെയാണോ മുൻതൂക്കം കൊടുക്കുന്നത്, അതോ ഈ ലോകത്തിലെ സുഖത്തിനും സന്തോഷത്തിനും ധനത്തിനും സ്വത്തിനും അധികാരത്തിനും വേണ്ടിയും നാം യേശുവിനെ തള്ളി പറയുമോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. ഒരു തട്ടില് യേശുവും മറ്റു തട്ടില് ഈ ലോകത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും സ്ഥാനമാനങ്ങളും അധികാര സമ്പത്തും ഒക്കെ വന്നാൽ നമ്മെ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മ ഒന്ന് ആത്മശോധന ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ക്രിസ്തുവിന്റെ വാക്കിനാണോ വചനത്തിനാണോ നാം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വില കൽപ്പിക്കുന്നെങ്കിൽ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ സമ്പത്ത്, എൻ്റെ സർവസ്വവും ഈശോ ആണെന്ന് ഏറ്റുപറയാനായിട്ട് ഈ ലോകത്തിലെ എനിക്കുണ്ടായ നേട്ടങ്ങളെല്ലാം ക്രിസ്തുവിനെ പേര് ഉച്ചിഷ്ടം പോലെ ഞാൻ കരുതി എന്ന് പൗലോസ്ലീഹയെ പോലെ ജീവിതം കൊണ്ട് മരണം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായ ജീവിതം നയിച്ച സെബസ്ത്യാനോസിനെ പോലെ സ്വർണത്തേക്കാൾ, ധനത്തേക്കാളും ഈ ലോകത്തിൽ സമ്പത്തിനേക്കാളും സ്ഥാനമാനത്തിനേക്കാളും ക്രിസ്തുവിനെ ജീവിതത്തിൽ വില കൽപ്പിക്കുന്നവരായി തീരാനായിട്ട് ആ വിശുദ്ധരുടെ മാതൃക നമുക്ക് പിൻചെല്ലാം. നമ്മൾ ഓരോരുത്തര് മക്കൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട്, യേശുവിന് വേണ്ടി നൽകുന്ന സമയം യേശുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാതെ ജീവിതത്തിൽ മക്കൾക്കും കുടുംബത്തിനും അമിത പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിച്ച പല വ്യക്തികളും ജീവിത സായാഹ്നത്തിൽ മക്കളാലും എല്ലാവരും തിരസ്കരിക്കപ്പെട്ടുകൊണ്ട് ഒരു കറിവേപ്പിലെ പോലെ കുടുംബത്തിലെ തരംതാന്ന് ഒരു മുറിയിലാകപ്പെട്ട് ജീവിതം നൽകിയിരിക്കുന്ന ഒത്തിരി വ്യക്തികളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാനായി സാധിക്കും. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് ദൈവം നൽകിയതാണ് ഈ കുടുംബവും മക്കളും സമ്പത്തും. ഇതെല്ലാം ദൈവത്തിന് ദാനമാണെന്നും എല്ലാം ദൈവം നൽകിയതാണെന്നുള്ള ബോധ്യത്തിൽ 6 അടി മണ്ണില് തീരേണ്ടവരല്ല, ഒരു ജീവിതമല്ല ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നിത്യതയിലേക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് എന്ന ബോധ്യത്തില് ഒരു ക്രിസ്ത്യാനി സെമിത്തേരിയിൽ തീരേണ്ടതല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. സ്വർഗത്തിലെ മാലാഖമാരാൽ സംഭവിക്കപ്പെടേണ്ടതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. നമുക്ക് ഓരോരുത്തർക്കും ജന്മം കൊണ്ട് തന്നെ ലഭിച്ചതാണ് നമ്മുടെ ഓരോ വിശ്വാസവും. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട്
ആ മാതാപിതാക്കളിൽ നിന്ന് കൈവന്നു വന്ന വിശ്വാസം അതിനിതലമായി അത് കാത്തു സൂക്ഷിക്കാനും നിലപാടുകൾക്ക് വേണ്ടിയും ക്രിസ്തുവിനെ പ്രതി ജീവിതത്തിലെ ലാഭമായിരുന്നതെല്ലാം ഉച്ഛിഷ്ടമായി കരുതി ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്ന വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട് സെബസ്ത്യാനോസിന്റെ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാമെന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഹൃദയത്തിനെ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാറ്റിവെച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ച യേശുവിനെ പോലെ വിശ്വാസത്തിനും ഈശോയ്ക്കും ദൈവരാജ്യത്തിനും വേണ്ടി ജീവിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.